call is now being recorded. Good morning, all of you. Today we are starting to discuss about the marketing management. നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ പോലെ തന്നെ 5 വിഷയങ്ങളാണുള്ളത്. 2 ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റുകളും ഒരു സെക്കൻഡ് ലാംഗ്വേജ് സബ്ജക്റ്റും അതുപോലെ പിന്നെ 4ാമതായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അത് ജയ്സൽ സാറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എടുക്കുക. ആൻഡ് ലാസ്റ്റ് വൺ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ മാർക്കറ്റിംഗ് എന്നുള്ള സബ്ജക്റ്റിൽ നമ്മൾ ഒരുപാട് ടേംസുകൾ ഉപയോഗിക്കും. അപ്പോൾ ആദ്യം നമുക്ക് മാർക്കറ്റിംഗ് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആ ടേംസുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തതാണ് നീഡ്. വാട്ട് ഈസ് നീഡ്? A need is consumers' desire for a product or service specific benefit, whether that to be functional or emotional. For example, food is considered a consumer need. ഒരാൾക്ക് ഒരു വസ്തുവിനോടോ അല്ലെങ്കിൽ ഒരു സർവീസിനോടോ ഉള്ള ആഗ്രഹം, അതിനെയാണ് നമ്മൾ നീഡ് എന്ന് പറയുക. അപ്പം അത് വാങ്ങിക്കൊള്ളണം എന്നില്ല. അത് വാങ്ങിയിട്ടില്ലെങ്കിലും ആർക്കും ഏത് കാര്യങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കാം. ഇപ്പം ഇവിടെ പറയുന്നത് ഫുഡ്, നമുക്ക് ഭക്ഷണത്തിന് നമുക്ക് ആവശ്യം വരിക. അപ്പം നമ്മൾ ആഗ്രഹിക്കുക, വിശപ്പ് മാറാനുള്ള ഒരു പോംവഴിയായിട്ട് ഫുഡിനെ നമ്മൾ ആഗ്രഹിക്കുക. അതിനെയാണ് നമ്മൾ നീഡ് എന്ന് പറയുന്നത്. മറ്റൊന്ന് വാണ്ട്. നമ്മൾ സാധാരണ ചില ആളുകളൊക്കെ സാധാരണ അവരവരുടെ ജീവിതത്തിൽ ഈ നീഡും വാണ്ടും ഒക്കെ ഒരുപോലെയാണ് എന്താ പറയുക, നമ്മൾ ഒരേ ഈ നീഡ് എന്നും വാണ്ടെന്നും വ്യത്യാസം ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കും. രണ്ടിനും ഒരേ മീനിങ് ആണ് നമ്മൾ കൊടുക്കുക. പക്ഷെ വ്യത്യാസമുണ്ട്. വാണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസയർ ഫോർ പ്രോഡക്റ്റ് ഓർ സർവീസ് that are not necessary but which consumers wish for. Okay, the 5-step consumer decision process include need identification, information search and processing, identification and evaluation of alternatives, the purchase decision and post purchase behavior. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ നീഡ് എന്നുള്ളിടത്ത് നമ്മൾ ഇന്ന പ്രോഡക്റ്റ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, എന്നാൽ വാണ്ടിൽ നമ്മൾ അതെന്ത് ചെയ്യും? കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യും. നമ്മൾ ഫുഡ് എന്നുള്ളത് പറഞ്ഞിടത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ ഫുഡ് ഏത് തരത്തിലുള്ള ഫുഡാണ്. ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് നമുക്ക് ഭക്ഷണം വേണം, അത് നമ്മുടെ നീഡാണ്. ഇനി വാണ്ടിലേക്ക് മാറുമ്പോൾ എന്ത് ഫുഡാണ്? നമ്മൾ പൊറാട്ടയാണോ കഴിക്കുന്നത്, അതല്ല ബിരിയാണിയാണോ? അപ്പം ഏത് തരത്തിലുള്ള ഫുഡാണോ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, അതാണ് വാണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ഡിമാൻഡ്. ഡിമാൻഡ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് that all consumers are willing and able to purchase at specific price in marketplace. In other words, it represents how much consumers can and will buy from suppliers at a given price level. കുറച്ച് ഞാൻ കുറച്ച് കണ്ട് വരാം. അതെ, വേറെ വർഷമുണ്ട് നോക്കാം. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം നീഡിൻ്റെ നമ്മൾ പറഞ്ഞു സ്പെസിഫൈ ചെയ്യാത്ത ഒരു പാർട്ട്. ഇപ്പം നമ്മൾ വിശപ്പ് മാറാനുള്ള പോംവഴി നമുക്ക് ഫുഡ് വേണം. എന്ത് ഫുഡാണ് എന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ
അത് വാണ്ടായിട്ട് മാറി. ഇനി അത് ഡിമാൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഗുഡ്സ് അവൈലബിൾ ആയിരിക്കുകയും അത് വാങ്ങാനുള്ള ആഗ്രഹവും വേണം, അത് വാങ്ങാനുള്ള കപ്പാസിറ്റിയും നമുക്ക് വേണം. ഓക്കെ, പർച്ചേസിങ് പവർ നമുക്കുണ്ടാവണം. അങ്ങനെ അത് വാങ്ങാൻ നമ്മൾ തയ്യാറായി പണം മുടക്കാനും തയ്യാറാവുമ്പോഴാണ് അതിനെ ഡിമാൻഡ് എന്ന് പറയും. ഓക്കെ, ഇതാണ് നീഡ്, വാണ്ട്, ഡിമാൻഡ്. അപ്പൊ മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ ഈ പിക്ചർ നോക്കുക. നീഡ്, ബേസിക് നെസസിറ്റി ഫീൽ ഡിപ്രൈവ്ഡ് ഇഫ് ദിസ് ഈസ് ആബ്സെന്റ്. അപ്പൊ അവിടെ നമ്മൾ എന്താണ് ആദ്യം പറഞ്ഞ പോലെ, അപ്പൊ നമ്മുടെ ഏറ്റവും ബേസിക് അത്യാവശ്യം, അപ്പൊ നമുക്ക് വിശപ്പുണ്ട്, അപ്പൊ അവിടെ നമുക്ക് വിശപ്പ് മാറാനുള്ള എന്തെങ്കിലും ഒരു ഫുഡ്, അതാണ്. അപ്പൊ നീഡ് എന്നുള്ളത് അത്യാവശ്യമാണ്. Then want, given choices, this is what you prefer, means here we are getting choices. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് ഫുഡ് നമുക്ക് വേണം. ആ ഫുഡ് ഏതാണ് എന്നിപ്പോൾ ചിക്കൻ ആണോ, ബർഗർ ആണോ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബിരിയാണിയോ പൊറോട്ടയോ, അങ്ങനെ എന്താണെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ അത് വാണ്ട് ആയിട്ട് മാറി. Then again it becomes demand. A want becomes demand when that is supported by a decision and capacity to buy. അപ്പൊ നമുക്ക് ആഗ്രഹം നിലനിൽക്കുകയും അത് വാങ്ങാൻ നമ്മൾ തീരുമാനിക്കുകയും അതിനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുകയും ചെയ്താൽ ആ വാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിമാൻഡായി മാറും. അപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കുക. ഓൺലി ബർഗർ ഈസ് വിത്തിൻ മൈ ബഡ്ജറ്റ്. ഓക്കെ, അപ്പൊ ആ ചിക്കൻ ബർഗർ സ്റ്റിക് ഡിന്നർ എന്നൊക്കെ ഉള്ള നമ്മൾ ബർഗർ സെലക്ട് ചെയ്തു. അപ്പൊ അത് ഡിമാൻഡായി മാറി. അപ്പൊ ഇതാണ് നീഡും വാണ്ടും ഡിമാൻഡും തമ്മിലുള്ള വ്യത്യാസം. ഇനി മാർക്കറ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് കസ്റ്റമർ. കസ്റ്റമർ, എ കസ്റ്റമർ ഈസ് എ പേഴ്സൺ ഓർ കമ്പനി ദാറ്റ് റിസീവ്സ്, consumes or buy a product or service and can choose between different goods and suppliers. At the core of marketing is having a good understanding of what the customer need and values. We often refer to customers who have relationship with supplier as client. അപ്പോൾ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാവാം, ഒരു സ്ഥാപനമൊക്കെ ആവാം. ആ വ്യക്തിയോ സ്ഥാപനമൊക്കെ ആണെങ്കിലും അവർ നമ്മളടുത്ത് ഗുഡ്സ് വാങ്ങുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ പല ആളുകളിൽ നിന്ന് വാങ്ങുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കസ്റ്റമറാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു മാർക്കറ്റിംഗ് പേഴ്സൺ ആണെങ്കിലും കസ്റ്റമറുടെ ആവശ്യങ്ങളും അവരുടെ വാല്യൂസും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം അവരോട് നമ്മൾ പെരുമാറാൻ. അവർക്ക് അത് അവരുടെ യഥാർത്ഥ ആവശ്യം എന്താണോ അത് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെയുള്ള ഗുഡ്സ് നമ്മൾക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പൊ കസ്റ്റമർ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. മറ്റൊന്നാണ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് പ്രോഡക്റ്റ്? ഇറ്റ് മേ ബി എ ഗുഡ്, ഐഡിയ, മെത്തേഡ്, ഇൻഫർമേഷൻ, ഒബ്ജക്റ്റ് ഓർ സർവീസ് created as a result of process and serves a need or satisfy a want. It has a combination of tangible and intangible attributes, that is benefits, features, functions, uses that a seller offers a buyer for purchase. അപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവാവാം, ഒരാശയമാവാം, ഒരു പ്രത്യേക രീതിയാവാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ സേവനം ഒക്കെ ആയിരിക്കും. എന്നാൽ ഈ കാര്യങ്ങളെ കൊണ്ട് ഇതിലേതെങ്കിലും ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിനെ കൊണ്ട് ഒരു കസ്റ്റമറുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിനെ പറയുന്ന പേരാണ് പ്രോഡക്റ്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാം നീഡ്. അപ്പോൾ നമുക്ക് ഫുഡിന് ആവശ്യം വന്നു, നീഡ്, നമുക്ക് നല്ല വിശപ്പുണ്ട്, അപ്പൊ നമുക്ക് എന്ത് വേണം? ഫുഡ്. ആ ഫുഡ് തന്നെ നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ബർഗർ സെലക്ട് ചെയ്തു. ആ ബർഗർ നമ്മൾ വാങ്ങി കഴിച്ചു,
നമ്മുടെ വിശപ്പ്, നമ്മൾ പ്രതീക്ഷിച്ച ടേസ്റ്റും കിട്ടി, വിശപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. അപ്പം നമ്മുടെ നീഡ് എന്തായിരുന്നു? വിശപ്പ് എന്നുള്ളതായിരുന്നു. നമുക്ക് ആ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യും. അപ്പൊ ആ ആവശ്യം അവിടെ നിറവേറുകയും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ബർഗറാണ് അവിടെ പ്രോഡക്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഇപ്പോൾ ഒരു നമ്മൾ യാത്ര ട്രാൻസ്പോർട്ടേഷൻ ആണ്, അങ്ങനെ ആകുമ്പോൾ അത് സർവീസായി മാറും. ഇനി ദ മീനിങ് ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു. എന്നാലും എ പ്രോഡക്റ്റ് ഈസ് ദ നീഡ് സാറ്റിസ്ഫൈയിങ് ഓഫറിംഗ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നീഡ് സാറ്റിസ്ഫൈയിങ് ഓഫറിംഗ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ആ കസ്റ്റമറുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്താണോ ഓഫർ ചെയ്യുന്നത്, ആ ഓഫർ ചെയ്യുന്നതിനെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആ ഓഫർ ചെയ്യുന്നത് എന്താവാം? ഗുഡ്സ് ആവാം, സർവീസ് ആവാം, ഐഡിയ ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആവാം. പ്ലേസ് അപ്പോൾ ടൂറിസം ഒക്കെ ആവുമ്പോൾ അത് പ്ലേസ് ആയിട്ട് മാറി. Then a product is a set of tangible and intangible attributes or characteristics that allow the need satisfaction to occur. അതിൽ ടാൻജിബിൾ ഉണ്ടാവും, ഇൻടാൻജിബിൾ ഒക്കെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ബർഗർ അത് ടാൻജിബിൾ ആണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ചെയ്യുന്ന യാത്ര, അത് ഇൻടാൻജിബിൾ ആണ്. ഓക്കെ, അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടാൻജിബിളും ഇൻടാൻജിബിളും ഒക്കെ ആവാം. മറ്റൊരു ടേം ആണ് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് പരസ്പരം കൈമാറ്റം ചെയ്യുക. So the ഹലോ ഉണ്ട് ക്ലാസ്സിലാണ്, ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ആ ആ ആ ഓക്കെ 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 ശരി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എക്സ്ചേഞ്ച് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹോൾഡ്സ് ദാറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ദി ബയർ ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് മാർക്കറ്റിംഗ്. അപ്പോൾ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് കൈമാറ്റം ചെയ്യുക, അല്ലേ? ഒരാൾ മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒരു വസ്തു ഒരാൾ വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു കസ്റ്റമർക്ക് സെല്ലറുടെ അടുത്തുനിന്ന് പ്രോഡക്റ്റ് കിട്ടണം. അപ്പൊ സെല്ലർ അത് കസ്റ്റമർക്ക് കൊടുക്കും. അതിന് പകരമായിട്ട് കസ്റ്റമർ തുല്യമായ ഒരു മോണിറ്ററി വാല്യൂ അത് പണമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ സെല്ലർക്ക് കൊടുക്കും. അങ്ങനെയാണ് അവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ടാകുന്നത്. സെല്ലർ ഗുഡ്സ് കൊടുക്കുന്നു, കസ്റ്റമർ സെല്ലർക്ക് പണം കൊടുക്കുന്നു. അങ്ങനെയാണ് അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് എന്ന കൺസെപ്റ്റ് ഇല്ലാതെ ഒരിക്കലും മാർക്കറ്റിംഗ് പോസിബിൾ അല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എക്സ്ചേഞ്ച് എന്നത്. മറ്റൊരു ടേമാണ് വാല്യൂ എന്ന്. വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ മൂല്യം എന്ന് അതിനെ അർത്ഥം പറയും, മൂല്യം. അപ്പോൾ മാർക്കറ്റിംഗിൽ വാല്യൂ എന്ന് പറയുന്നത് കസ്റ്റമർ പെർസീവ്ഡ് വാല്യൂ. So it is the difference between a prospective customer's evaluation of the benefits and cost of one product when compared with others. The basic underlying concept of value in marketing is human needs. ഒരാൾക്ക് പല ആളുകൾക്ക് ഒരേ പ്രോഡക്റ്റിൽ തന്നെ പല തരത്തിലുള്ള വാല്യൂ ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരാള് ഒരു ബൈക്ക് വാങ്ങി. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ഏതെങ്കിലും ഒരു ബൈക്ക്, ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള പല ആളുകളും എന്തായിരിക്കും, ആ ബുള്ളറ്റിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞേക്കാം. ചില ആളുകൾ ചിലപ്പോൾ ചിലർ പറയും നല്ല വണ്ടിയാണ്, നല്ല മൂല്യം ഉണ്ട്
നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെ പറയും. എന്നാൽ ചില ആളുകൾ പറയുന്നത് ബുള്ളറ്റ് വേണ്ടിയിരുന്നില്ല, അതിനേക്കാളും നല്ലത് മറ്റേതെങ്കിലും അതിനേക്കാൾ താഴെയുള്ള ചെറിയ വാഹനങ്ങൾ ഏതെങ്കിലും മതിയായിരുന്നു, കാരണം ബുള്ളറ്റിന് മൈലേജ് കുറവായിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ കുറച്ച് ആളുകൾ എന്താണ് മൈലേജിന് പ്രാധാന്യം കാണുന്നത് കൊണ്ട് ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ നിന്നും ഈ വാഹനത്തിന് മൂല്യം കുറഞ്ഞു കാണുന്നു. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മെഡിസിൻ വാങ്ങണം. നമുക്ക് ഒരു ഭയങ്കര ശക്തമായ തലവേദന വന്നപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് പുറത്തു പോയി ഒരു മെഡിക്കൽ ഷോപ്പ് പോയി ഒരു തലവേദനയുടെ ഗുളിക വാങ്ങിച്ചു. അപ്പം അതിന് 10 രൂപയാണ് നമ്മളോട് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ആ 10 രൂപയും കൊടുത്ത് പെട്ടെന്ന് അത് കഴിച്ചു, ആശ്വാസമായി. നമ്മളിവിടെ വന്നു, ക്ലാസ്സിലെത്തി, ഇപ്പോൾ കുറഞ്ഞു എന്ന് പറഞ്ഞു. നമുക്ക് ആ 10 രൂപ കൊടുത്ത് വാങ്ങിയ മെഡിസിന് നമ്മൾ 10നേക്കാൾ കൂടുതൽ മൂല്യം കാണുന്നു, കാരണം നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറി. എന്നാൽ കുറെ ആളുകൾ പറയാണ് 2 രൂപ വിലയുള്ളൂ തലവേദനയുടെ ഗുളികയ്ക്ക്, എന്തിനാണ് 10 രൂപ കൊടുത്തത്? അപ്പൊ അവിടെ ഓരോരുത്തരുടെയും പെർസീവ്ഡ് വാല്യൂ വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ചാണ് അതിന്റെ വാല്യൂ തീരുമാനിക്കുക. ഓക്കെ, ഇനി ഇതൊക്കെ ഓരോരോ കസ്റ്റമർ വാല്യൂ ഇൻ മൊബൈലിന്റെ കേസിലുള്ള ഓരോരുത്തരും കാണുന്ന വാല്യൂസിന്റെ ഫാക്ടേഴ്സ് ആണ്. ബെറ്റർ ഡിസിഷൻ, സേവിങ്സ്, സോഷ്യൽ കണക്ഷൻ, കൂൾനെസ്, എന്റർടൈൻമെന്റ് ഫെസിലിറ്റീസ്, അതുപോലെ അതിന്റെ യൂട്ടിലിറ്റി, കൺവീനിയൻസ്, അതുപോലെ ബെറ്റർ സർവീസ്, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോരുത്തർ അതിന്റെ മൂല്യം പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ പറയില്ലേ, പല ആളും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സാറ്റിസ്ഫാക്ഷൻ? Customer satisfaction measures how well a firm is able to meet the expectation of customers. Customer satisfaction is the key concept in marketing, as a firm cannot retain its customers unless it has highly satisfied customers. അപ്പൊ ഒരാൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംതൃപ്തി. എപ്പോഴാണ് ഒരാൾ സാറ്റിസ്ഫൈഡ് ആവുന്നത്? അപ്പൊ ഈ കസ്റ്റമർക്ക് ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അയാൾ അതിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ വിശപ്പുണ്ട്, ആ സമയം നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ബിരിയാണി വാങ്ങിച്ചു, അപ്പൊ അതിന് 100 രൂപയാണ്. അപ്പൊ ആ 100 രൂപയാകുമ്പോൾ അതിന്റെ ടേസ്റ്റ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടേസ്റ്റ്, അതുപോലെ നമുക്ക് വിശപ്പ് മാറുന്നതാണെങ്കിലും അതിന്റെ ക്വാണ്ടിറ്റി, അളവ്, ഇതൊക്കെ ഓരോ ഘടകങ്ങളാണ്. ഈ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ടേസ്റ്റും ക്വാണ്ടിറ്റിയും അതിന്റെ പ്രൈസും ഒക്കെ നമ്മൾ വിചാരിച്ച പോലെയാണ് എങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. നേരെ മറിച്ച് ഒരു 100 രൂപ നമ്മൾ കൊടുത്തിട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ബിരിയാണി കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നമ്മൾ പറയുന്നത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. ചിലപ്പോൾ വീണ്ടും നമ്മൾ അവിടെ പോകാൻ സാധ്യതയില്ല. സോ the firm cannot retain its customers if they are not satisfied. കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് ആ കസ്റ്റമറെ പിന്നീട് റിട്ടൈൻ ചെയ്യാൻ, നിലനിർത്താൻ കഴിയില്ല. അപ്പൊ അവർ സാറ്റിസ്ഫൈഡ് ആവണം. അതിനുള്ള കാര്യങ്ങൾ സെല്ലർ അല്ലെങ്കിൽ മാർക്കറ്റർ ചെയ്തിരിക്കണം. മറ്റൊന്നാണ് മാർക്കറ്റ്. എന്താണ് മാർക്കറ്റ്? സാധാരണ നമ്മൾ പല ആംഗിളിൽ പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ മാർക്കറ്റ് പോവാന്ന് പറഞ്ഞാൽ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത്, അപ്പൊ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം, ഒരു പ്ലേസ്. ചിലപ്പോൾ നമ്മൾ പറയും ചില പ്രോഡക്റ്റ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെഹിക്കിൾ, ഇപ്പൊ നമ്മൾ 2 വീലർ ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ റോയൽ എൻഫീൽഡ്. നമ്മൾ പറയും റോയൽ എൻഫീൽഡിന് ഇപ്പൊ മാർക്കറ്റ് കുറവാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രൈസാണ്, വില കുറവാണ്, അല്ലെങ്കിൽ ആളുകൾക്കുള്ള ഡിമാൻഡ് കുറവ് എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനെ മാർക്കറ്റിനെ പറയാറുണ്ട്. ഏതാണെങ്കിലും ഇവിടെ നമ്മൾ മാർക്കറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ പ്ലേസ്, ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോവുക എന്ന് പറയുന്നത് എന്തിനാണ്? നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ സെല്ലറും ബയറും പ്രോഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേർ 2 parties can gather to facilitate the exchange of goods and services. The parties involved are usually buyers and sellers. അപ്പോൾ അവരുടെ ഈ മ്യൂച്വൽ എക്സ്ചേഞ്ച്, ഗുഡ്സോ സർവീസോ ഒക്കെ എക്സ്ചേഞ്ച് നടത്താൻ വേണ്ടി എവിടെയാണോ ഒരുമിച്ച് കൂടുന്നത്
അതിനെയാണ് ആ സ്ഥലത്തിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് മാർക്കറ്റിംഗ്? അപ്പൊ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എന്നാൽ മാർക്കറ്റിംഗ് എന്താണ്? മാർക്കറ്റിംഗിന്റെ ഡെഫിനിഷൻ ഇവിടെ പറയുന്നു. അക്കോർഡിംഗ് ടു അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഈസ് ദ ആക്ടിവിറ്റി, സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രോസസ്സസ് ഫോർ creating, communicating, delivering, exchanging offerings that have value for customers, clients, partners, and society at large. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്ത ഒരു വേ ആണ് ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റി. ഇതൊരു ആക്ടിവിറ്റിയാണ്. അതുപോലെ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവും. ആൻഡ് പ്രോസസ്, ഒരുപാട് പ്രോസസ് ഉണ്ട്. അപ്പൊ ആക്ടിവിറ്റി, സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രോസസ്. ഈ ആക്ടിവിറ്റിയും സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും പ്രോസസ്സും ഒക്കെ എന്തിനുള്ളതാണ്? ഫോർ ക്രിയേറ്റിംഗ്, അതുപോലെ ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്, അതുപോലെ ഫോർ ഡെലിവറിങ്, അതുപോലെ ഫോർ എക്സ്ചേഞ്ചിങ് ഓഫറിങ്സ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ദാറ്റ് ഹാവ് വാല്യൂ ഫോർ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻസിന്, പാർട്ട്നേഴ്സിന്, സൊസൈറ്റിക്കൊക്കെ അവർ വാല്യബിൾ ആണ് എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, അത് പ്രോഡക്റ്റ് ആവാം, സർവീസ് ആവാം, അത് ക്രിയേറ്റ് ചെയ്യുകയും അതിനെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അത് അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രോസസ്, ഇതിനെല്ലാം കൂടെ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ്. ഇനി വളരെ ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ all those activities which are engaged or which are undertaken in the market. ഒരു മാർക്കറ്റിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയെയും കൂടെ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ്. ഓക്കെ. ഇനി പലതരത്തിലുള്ള ആംഗിളിൽ നമുക്ക് മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ഒരു വേ ആണ് പ്രോഡക്റ്റ് ഓറിയന്റഡ് ഡെഫിനിഷൻ. പ്രോഡക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ ഓറിയന്റേഷൻ ഓഫ് കമ്പനി സോൾ ഫോക്കസ് ഓൺ പ്രോഡക്റ്റ് അലോൺ. പ്രോഡക്റ്റിനാണ് ഇവിടെ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ മാക്സിമം എഫേർട്ട് ഓൺ പ്രൊഡ്യൂസിങ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആൻഡ് ഫിക്സിംഗ് അറ്റ് ദി റൈറ്റ് പ്രൈസ് സോ ദാറ്റ് കൺസ്യൂമർ ഡിഫറൻഷിയേറ്റ് ദ കമ്പനീസ് പ്രോഡക്ട്സ് ആൻഡ് പർച്ചേസിങ്. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും അത് ഒരു ശരിയായ രൂപത്തിലുള്ള ഒരു ന്യായമായ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുകയും ചെയ്താൽ ആളുകൾ ആ പ്രോഡക്റ്റ് മറ്റുള്ള കമ്പനി ഒന്നും നോക്കാൻ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ വരും, അവർ സാറ്റിസ്ഫൈഡ് ആവും എന്ന ഡെഫിനിഷനാണ് പ്രോഡക്റ്റ് ഓറിയന്റഡ് ഡെഫിനിഷൻ. മറ്റൊന്നാണ് കസ്റ്റമർ ഓറിയന്റഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെയിൽസ് അപ്രോച്ച് ഇൻ വിച്ച് കസ്റ്റമർ ഈസ് അറ്റ് ദ സെന്റർ ആൻഡ് ദ ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് അറൌണ്ട് ദെയർ നീഡ്സ് ആൻഡ് ഡിമാൻഡ്. അപ്പം നമ്മൾ ഇവിടെ നേരത്തെ പ്രോഡക്റ്റ് ഓറിയന്റഡ് ഡെഫിനിഷനിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് റീസണബിൾ പ്രൈസിന് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ കസ്റ്റമർ ഓറിയന്റഡിൽ നമ്മൾ പ്രോഡക്റ്റിന് കൊടുക്കുന്നതിനേക്കാളും പ്രിഫറൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കസ്റ്റമറുടെ നീഡ്, കസ്റ്റമറുടെ ഡിമാൻഡ് എന്താണോ അത് നമ്മൾ അറിയണം. All its actions and decisions at every business keeps in mind the needs of the customer. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ വില നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്താണ് കസ്റ്റമർ ഉദ്ദേശിക്കുന്നത്, കസ്റ്റമർക്ക് യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള പ്രോഡക്റ്റ്, എത്ര രൂപയ്ക്ക്, എവിടെ കിട്ടണം, എങ്ങനെയാവണം പ്രോഡക്റ്റിന്റെ പെർഫോമൻസ്, അപ്പൊ കസ്റ്റമറുടെ നീഡ് എന്ത് എന്നുള്ളതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് മാർക്കറ്റിംഗ് നടത്തേണ്ടതെന്നാണ് കസ്റ്റമർ ഓറിയന്റഡ് ഡെഫിനിഷൻ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, വാല്യൂ ഓറിയന്റഡ് ഡെഫിനിഷൻ. When selling products or service, value-based marketing is an appeal to customers' values and ethics. It shifts marketing from product-centric approach to a customer-centric one. A company's advertising and promotion to its customers express its values as part of its core brand message. Values-based marketing might also entail incorporating customers' values into the way product or service are marketed. അപ്പോൾ ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ, കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ, കമ്പനിയുടെ അഡ്വർടൈസിങ്, അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ കസ്റ്റമറുടെ വാല്യൂ കൂട്ടുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കണം എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ നമുക്ക് നല്ല സർവീസ്, എന്തെങ്കിലും ഡാമേജ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സർവീസ് കിട്ടണം. അതുപോലെ അവരുടെ
സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആരാണോ, സെയിൽസ് പീപ്പിൾ ആരാണോ, അവരുടെ അടുത്ത് നിന്ന് നമുക്കുള്ള ബിഹേവിയർ, അല്ലെങ്കിൽ നമ്മളെ അവർ വെൽക്കം ചെയ്യുന്ന രീതി, നമ്മളോടുള്ള സംസാര രീതി, ഡീൽ ചെയ്യുന്ന രൂപം, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ശരിക്കും വാല്യൂ ഓറിയന്റഡ് ഡെഫിനിഷൻ. വാല്യൂ എന്ന് പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനവുമാണ് വാല്യൂ ഓറിയന്റഡ് മാർക്കറ്റിംഗ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടേംസ് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. നീഡ്, വാണ്ട്, ഡിമാൻഡ്, അതുപോലെ വാല്യൂസ്, പ്രോഡക്റ്റ്, കസ്റ്റമർ. പിന്നെ നമ്മൾ എന്താണ് മാർക്കറ്റ്, മാർക്കറ്റിംഗ്, പ്രോഡക്റ്റ് ഓറിയന്റഡ് ഡെഫിനിഷൻ, കസ്റ്റമർ ഓറിയന്റഡ് ഡെഫിനിഷൻ ആൻഡ് വാല്യൂ ഓറിയന്റഡ് ഡെഫിനിഷൻ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള നിലക്ക് നമ്മൾ ഇതിന്റെ ബേസിക് ടേംസുകളാണ് കാര്യമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നമുക്കതിന് അതിൽ തന്നെ ഇൻഡിവിജ്വലായിട്ട് മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളതിന് റിപ്ലൈ ചെയ്യും. ഓക്കെ, താങ്ക് യു.